ഈ കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നാം, എന്നാലും നമുക്കൊരു കൗതുകത്തിന് ഇതൊന്ന് ചർച്ച ചെയ്യാം. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിശക്തമായ നടപടിയെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയൊരു തമാശയല്ലേ? പൊളിറ്റിക്കൽ വെൻഡേറ്റ എന്ന് പറയും, പ്രതികാരം. തങ്ങളോടിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ മുതലും പലിശയും അടക്കം ഞങ്ങളൊരു നല്ല നിലയിലായാൽ തിരിച്ചങ്ങോട്ട് തരും. ഇങ്ങനെ ഒരു പ്രഖ്യാപനമാണ്. അതിന്റെ ടോൺ ആൻഡ് ടെനർ രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ഒരു ഉഗ്രമായ പോരാട്ടത്തിലാണ്. ഇന്ത്യ മുന്നണി വലിയൊരു മഹാസമ്മേളനം ബീഹാറിലെ ഗയയിൽ വിളിച്ചുകൂട്ടി ജനങ്ങളോടായി പറയുകയാണ്, വോട്ട് ചോരി. ഇലക്ഷൻ കമ്മീഷൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പല മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് കൊള്ള, എന്താ പറയുക, വോട്ടുകൾ മോഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ അനധികൃതമായി വോട്ട് ചേർക്കുക വഴി ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ അട്ടിമറിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാർ നടത്തിയ പത്രസമ്മേളനത്തിലുള്ള മറുപടി എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. എന്നോടിപ്പോൾ പറയുകയാണ് സത്യവാങ്മൂലം നൽകാൻ. എന്താണ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള മഹാദേവപുര മണ്ഡലത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, 7 ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം അഫിഡവിറ്റ് സമർപ്പിക്കണം. എന്നാൽ അതേസമയം BJP നേതാക്കൾ, അതായത് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു വന്നപ്പോൾ വയനാട് വലിയ രീതിയിൽ വോട്ട് കൊള്ള നടത്തി എന്ന് BJP നേതാക്കൾ ആരോപിച്ചപ്പോൾ, അനുരാഗ് ഠാക്കൂർ ആരോപിച്ചപ്പോൾ അതിനെതിരെ നടപടിയില്ല. ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കും. അത് മാത്രമല്ല, ഞങ്ങൾ എണ്ണി ചോദിക്കും. അതായത് ഓരോന്നിനും സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും എല്ലാ മണ്ഡലങ്ങൾക്കും വെവ്വേറെ സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരും. ജനകീയ കോടതി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കോടതി സങ്കല്പം മാത്രമാണ്. ഇതൊക്കെ ഒരുതരം പൊളിറ്റിക്കൽ ജിങ്കോയിസം എന്നോ രാഷ്ട്രീയ പകപോക്കലെന്നോ അല്ലെങ്കിൽ ഒരുതരം റെറ്ററിക്കായിട്ട് മാത്രമേ കാണാനാവൂ. പക്ഷെ കുറച്ചുകൂടെ പക്വതയോടുകൂടി തന്നെ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിന്റെ ഗൗരവത്തെ നമുക്ക് തുച്ഛീകരിക്കാനാവില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയത് ന്യായമായ ആവശ്യമാണ്. ചോദ്യങ്ങൾ ന്യായമാണ്. ആ ചോദ്യങ്ങളുടെ ചെറിയൊരു പങ്കെങ്കിലും അസ്ഥാനത്താണ്. പക്ഷേ നല്ലൊരു പങ്ക് ചോദ്യങ്ങൾ കൃത്യമായ ചോദ്യങ്ങളാണ്. എത്ര ലക്ഷം പേരെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റിയത്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾ എന്ന പേരിൽ 65 ലക്ഷം പേരെയാണ്. വലിയ നമ്പർ അല്ലേ? 65 ലക്ഷം, 65,000 അല്ലല്ലോ, 65 ലക്ഷം പേർ, വലിയൊരു നമ്പറാണ്. അങ്ങനെയെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നു ഇലക്ഷൻ കമ്മീഷന്. ഇതൊരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, രണ്ടു പക്ഷത്തും ചേരാതെ നിന്നുകൊണ്ട് നിഷ്പക്ഷമായി ചോദിക്കാം, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നിയമത്തിന്റെ സഹായം തേടിക്കൂടാ? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സ്ട്രാറ്റജി നിയമം എന്നതല്ല, പൊതുജന സമക്ഷം ജനകീയ കോടതിയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വിശ്വാസം. അപ്പൊ ജനങ്ങളെ പരമാവധി പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സത്യമുണ്ടാകാം, അസത്യമുണ്ടാകാം, ഭാഗിക സത്യങ്ങളുണ്ടാകാം, അർദ്ധസത്യങ്ങളുണ്ടാകാം. പക്ഷെ അങ്ങനെ ലഭിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നേട്ടമാണ് പ്രധാനമായി രാഹുൽ ഗാന്ധിക്ക് പ്രിയം എന്ന് തോന്നുന്നു. അതേസമയം BJPയുടെയും ഇലക്ഷൻ കമ്മീഷന്റെയും നിലപാട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇസ് എ ബി ടീം ഓഫ് BJP. മാത്രമല്ല, അമ്പയർ ബാറ്റിംഗ് തുടങ്ങിയാൽ എങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ടീമിനോടൊപ്പം ബാറ്റ് ചെയ്യുന്നത് പോലെയോ റഫറി കയറി ഇഷ്ടമുള്ള ടീമിന് വേണ്ടി ഗോൾ അടിക്കുന്നത് പോലെയോ ആവും ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ നടപടികൾ. അത് രാഹുൽ ഗാന്ധി ഭംഗിയായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ്, ഇനി ഉടനെ വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നീങ്ങുന്നത്. വിനോദാഭാസം എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഗയ. ബോധഗയ. ഗൗതമ ബുദ്ധന് ബോധോദയം സംഭവിച്ച ഇടത്ത് നിന്നുകൊണ്ട് സമാധാനത്തിന്റെ ലോകാചാര്യനായ, ശാന്തിയുടെ, സമാധാനത്തിന്റെ, ധർമ്മത്തിന്റെ, സത്യത്തിന്റെ ആചാര്യനായ ബുദ്ധന്റെ ഭൂമിയിൽ നിന്നുകൊണ്ടാണ്
യുദ്ധപ്രഖ്യാപനം നടന്നിരിക്കുന്നത് എന്നത് വിധി വൈപരീത്യം എന്നേ പറയാനാവും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ വോട്ടിന്റെ പ്രശ്നത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നിച്ച് നിന്നു, അതിനുശേഷം പലരും ഒക്കെ അതിനകത്ത് നിന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്തു. തൃണമൂൽ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു, അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി അവരങ്ങ് വിട്ടുമാറുകയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പം വീണ്ടും ഒന്നിച്ചു. ഇനി ഇത് എത്ര നാൾ പോകുമെന്ന് നമുക്കറിയത്തില്ലാത്തൊരു സാഹചര്യമാണ് അവരുടെ. ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എ കോമൺ എനിമി ഓർ കോമൺ ത്രെറ്റ് പെർസെപ്ഷൻ ഹെൽപ്പ് ദി വാറിംഗ് ഫാക്ഷൻസ് യുണൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെ എടുക്കൂ. ഇന്ത്യ രാജ്യം ഒരു കോമൺ ത്രെറ്റ് പെർസെപ്ഷന്റെ അനുകൂലമായ പരിണിതഫലമാണ്. കോമൺ എനിമി വാസ് ദ ബ്രിട്ടീഷ് കൊളോണിയലിസം. ഇന്ത്യയിൽ പോരടിച്ചു നിന്ന നാട്ടുരാജ്യങ്ങൾ, അവിടുത്തെ ജനത, രാഷ്ട്രീയ കക്ഷികൾ എല്ലാം തന്നെ ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അപ്പൊ ഇപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഇന്ത്യ മുന്നണിയെ കുറിച്ചല്ല പറയുന്നത്, ഇന്ത്യ എന്ന കോൺസെപ്റ്റ് ഒരു എൻറ്റിറ്റിയായി മാറുന്നതിന് പിന്നിൽ കോമൺ ത്രെറ്റ് ഉണ്ട്. അതേ ലോജിക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലും കാണുന്നത്. കാരണം സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും പരസ്പരം എതിർക്കേണ്ട കാര്യമില്ല, നാച്ചുറൽ അലൈസ് തന്നെയാണ്. ബീഹാറിലെ രാഷ്ട്രീയ ജനതാദളും കോൺഗ്രസും തമ്മിൽ പരസ്പരം എതിർക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് രണ്ടിടത്തും ഉത്തർപ്രദേശിലും ബീഹാറിലും ജൂനിയർ പാർട്ട്നേഴ്സ് ആണ്. ഡൽഹിയിൽ അങ്ങനെയല്ല. അവിടെ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും വേരുകളുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഒന്നിച്ചു മത്സരിക്കാനാവില്ല. അവർ രണ്ടും ഭരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന കക്ഷികളാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ പ്രത്യേക ഒരു മാനസികാവസ്ഥ അനുസരിച്ചും അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ മമതയെ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടും പശ്ചിമ ബംഗാളിൽ ന്യായമായ ഒരു 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 അസിമിലേഷൻ ഇന്ത്യ മുന്നണിയിൽ സാധ്യമല്ല. ഇടതുപക്ഷങ്ങൾ കോൺഗ്രസ് ആൻഡ് തൃണമൂൽ കോൺഗ്രസ് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ചിതറി നിൽക്കുന്ന ഇന്ത്യ മുന്നണി 2024 പീക്കാണ്. ഇൻഡെക്സ് ഓഫ് ദ ദെൻ ഓപ്പോസിഷൻ യൂണിറ്റി വാസ് അറ്റ് ഇറ്റ്സ് പീക്ക് ഇൻ 2024. അതിന്റെ പ്രയോജനം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുകയും ചെയ്തു. BJP 240 സീറ്റിലേക്ക് ഒതുക്കാൻ സാധിച്ചു. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അടിപതറിയത് ഇന്ത്യ മുന്നണിയുടെ അന്നത്തെ കെട്ടുറപ്പിന്റെ ഉദാഹരണമാണ്. അതിനുശേഷം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ കെട്ടുറപ്പ് വെറും താൽക്കാലികമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അത് വോട്ട് കൊള്ളയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോഴും അതിന് മറുവശം കൂടി നമ്മൾ കാണാതിരിക്കരുത്. വോട്ട് കൊള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ഒരു സത്യമുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും വോട്ട് കൊള്ളയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തൃണമൂലിനെതിരെയും സമാജ്വാദി പാർട്ടിക്കെതിരെയും രാഷ്ട്രീയ ജനതാദളിനെതിരെയും NCPക്കെതിരെയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കെതിരെയും ഒക്കെ തന്നെ വോട്ട് കൊള്ളയുമായി തിരിയാനുള്ള സാധ്യത, അതാണ് കോമൺ ത്രെറ്റ് പെർസെപ്ഷൻ. അത് രാഹുൽ ഗാന്ധി പരമാവധി മുതലെടുക്കുന്ന ഒരു കാഴ്ചഘട്ടം. അതുകൊണ്ട് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷം 2024 ശേഷം ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി കൺസോളിഡേറ്റഡ് ആയി വരികയാണ്. അത് തീർച്ചയായും ശുഭോദർക്കമായ കാര്യവുമാണ്. ശക്തമായ നിൽക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇത് മിന്നിയും തെളിഞ്ഞൊക്കെ നിൽക്കും. ഒരു കോയലീഷന്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ത്യ ഏറെ കാലം കൊണ്ടല്ലേ നടന്നെടുത്തത്. 77 ജനതാ പാർട്ടി അതൊരു കോയലീഷൻ തന്നെയായിരുന്നല്ലോ. ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ പല പാർട്ടികൾ കോയലീഷനായ ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം എത്രയെത്ര പരീക്ഷണങ്ങൾ, VP സിംഗിന്റെ, ദേവഗൌഡയുടെ, ഐക്യ ഗുജറാൾ ഇല്ലേ, ചന്ദ്രശേഖർ, ഇവരെല്ലാം കോയലീഷൻ ഗവൺമെന്റിന്റെ തലപ്പത്താണ്. ആരും 2 വർഷം തികച്ചില്ല. വാജ്പേയി പോലും ആദ്യ ഊഴത്തിൽ NDA 13 ദിവസം, പിന്നീട് 13 മാസം. വാജ്പേയിയുടെ 3ാം സർക്കാരാണ് 5 വർഷം തികച്ചത്. മോദി ഇതാ 5ഉം 10 വർഷം തികച്ച് മറ്റൊരു 5 വർഷത്തിന്റെ പ്രാരംഭഘട്ടത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കോയലീഷൻ സിസ്റ്റം ഈസ് ഹിയർ ടു സ്റ്റേ. NDAക്ക് ആകുന്നത് എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ആയിക്കൂടാ? അതിനുള്ള ഉത്തരം ഇതേ ഉള്ളൂ. NDAയുടെ അച്ചുതണ്ട് കക്ഷിയായ BJP അതിശക്തമാണ്. ഇന്ത്യ മുന്നണിയുടെ അച്ചുതണ്ട് കക്ഷിയായ കോൺഗ്രസ് അത്രയും ശക്തമാണോ എന്നതിൽ മാത്രമാണ് സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.